ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ചാനലിലെ ആദ്യത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആട്ടോ ഇത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈദല്ലേ. അപ്പം ഈദ് സ്പെഷ്യലായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈദ് സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനിലോട്ടുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇതേ നമുക്ക് ചിക്കൻ 2.5 കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇടാം. നമ്മുടെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചിക്കൻ ആവശ്യമുള്ള ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് പുരട്ടി വെക്കാം. ഫ്രൈ ചെയ്തിട്ടാണോ ചിക്കൻ വെക്കുന്നത്, കാരണം ചിക്കൻ്റെ ആ റോ ടേസ്റ്റ് നമുക്ക് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ എപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയിലോട്ട് നമ്മുടെ ചിക്കനെല്ലാം വറക്കിയിട്ട് നല്ല രീതിയിൽ അത് മസാലയൊക്കെ തിരുമ്മി സെറ്റാക്കി വെക്കുക. ഇതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് വേവിക്കും. ഒരു വിസിൽ 2 വിസിലൊക്കെ അടിച്ച് ചിക്കൻ്റെ വേവ് അനുസരിച്ച് നമ്മളൊന്ന് വേവിക്കും നന്നായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കുക. എന്നിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് അടുത്ത അരിയുടെ പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഇത് അരി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് നേരത്തേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ സവോള, പച്ചമുളക്, ഇഞ്ചി ആവശ്യത്തിന് നമുക്ക് അരിഞ്ഞ് പറക്കിയെല്ലാം വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടിലോട്ടും വേണം, ബിരിയാണിയിലോട്ടും വേണം, ചിക്കനിലോട്ടും വേണം. അപ്പോൾ നമ്മളിത് രണ്ടും ഒരേ ടൈമിലാണ് രണ്ടും കൂടി ചെയ്യുന്നത്. അപ്പം ഇതൊരു ഓർഡറിലല്ലായിരിക്കും പോകുന്നത്. അപ്പോൾ കാരണം നമ്മൾ ദം ഇടുന്നില്ല, കാരണം നമ്മൾ കറിയും ബിരിയാണിയും സെപ്പറേറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്, ദം ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് അരി വേവിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് ഇടുക, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വയ്ക്കുക. നമ്മളിവിടെ കലത്തിലാട്ടോ അരി വെക്കുന്നത് കേട്ടോ. അപ്പം കാരണം എന്ന് വെച്ചാൽ കലത്തിലാണെങ്കിൽ നമുക്ക് സാധാരണ നോർമലി അരി വെക്കുന്ന പോലെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അരി നമ്മൾ കലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അരിക്ക് ആവശ്യമായ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മളത് വേവിക്കാൻ വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മളത് ബിരിയാണിയിലോട്ട് വേണ്ട സവോള ഫ്രൈ ചെയ്യാൻ പോകാം കേട്ടോ. നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല, ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അതിന് ചെറുതായിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്തേക്ക് നല്ലപോലെ ഇട്ടത് ഇതുപോലെ കുറച്ചുകൂടി ഫ്രൈ ആക്കും. ഇത് നമ്മൾ അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം തന്നെ ഇടുന്നത് ഫ്രൈ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെന്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യണം കേട്ടോ. നമ്മളിത് ചെറിയതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കും, എന്നിട്ടാണ് നമ്മൾ കറി വെക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അതവിടെ ഇരിക്കട്ടെ, അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് ചെയ്യേണ്ടത് നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കശുവണ്ടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും നമ്മൾ ഒരുമിച്ചിട്ട് വറക്കുന്നില്ല, ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് വറുത്തെടുക്കാം. അപ്പോൾ രണ്ടിനും രണ്ട് പാകത്തിന് നമുക്ക് വറുത്തെടുക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെ വറുത്ത് കഴിഞ്ഞു, നമ്മുടെ കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞു. അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുന്തിരിങ്ങയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരിങ്ങ ഇട്ടു, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു, മുന്തിരിങ്ങയ്ക്ക് ആവശ്യമുള്ള നെയ്യൊക്കെ ഇട്ട് മുന്തിരിങ്ങയെ നമ്മൾ വറുത്ത് സെറ്റാക്കി നമ്മൾ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഫ്രൈ ചെയ്ത് വെക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു, അതും നമ്മൾ ഫ്രൈ ചെയ്ത് എല്ലാം കൂടി സെറ്റാക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയിലോട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമ്മളൊരു കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ. കുറച്ചൊന്ന് മുരിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റാവട്ടെ കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ വേണ്ട നന്നായിട്ട് ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കറിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മസാലകൾ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ മസാല ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ മസാല എല്ലാം ഒറ്റയായിട്ടായിട്ട് ഇടുന്നത്, അതുകൊണ്ടാട്ടോ സെപ്പറേറ്റ് കാണിക്കാത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ജീരകം ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മസാല ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ചൂടായിട്ട് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ വേവിച്ചതിൻ്റെ ഇതാട്ടോ, സ്റ്റോക്കാട്ടോ. അത് നമുക്ക് ചിക്കൻ കറിയിലോട്ട് ആവശ്യമുണ്ട്, നമ്മൾ കളയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചൂടാക്കി വെച്ച മസാല നമ്മളൊന്ന് മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ
അരച്ച് നമ്മൾ സെറ്റാക്കി കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ ആദ്യം ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് നമ്മളിത് മസാല ഇടാം കേട്ടോ. നമ്മൾ പുതിയ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പഴയ നമ്മൾ വറുത്ത എണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല അതിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി ചൂടായി കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ പറക്കി ഓരോന്നായിട്ട് പറക്കിയിട്ട് വെക്കും കേട്ടോ. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ചൂടാക്കി അതൊന്ന് മസാലയുടെ പച്ചമണം ഒന്ന് മാറണം. നമ്മൾ മസാല ചൂടാക്കിയത് എന്നാലും അതിനൊരു കളർ വേണമല്ലോ. കണ്ടോ, നമ്മുടെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു തക്കാളി ഇടാം. ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയൊരു തക്കാളിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിനകത്ത് നമ്മൾ മാറ്റി വെച്ചത് ചിക്കൻ്റെ സ്റ്റോക്ക്, നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ ഇതും എല്ലാം കൂടി ഇട്ട് അതിട്ടാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി ഇതിൻ്റെ കുറച്ച് വയ്ക്കുക. ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കുക. നമ്മുടെ അരി അങ്ങനെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരി ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് ചൂട് മാറാനായിട്ട് ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ പറക്കി ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കി, ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ നോക്കി സെറ്റാക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അത് മൂടി വെച്ചു. നമുക്ക് ചിക്കനിലോട്ട് നമ്മൾ ബാക്കി ഇതൊന്നും ഇട്ടില്ലായിരുന്നു. അതൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ കട്ടായിപ്പോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളിയൊക്കെ വരട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ലാസ്റ്റ് നമ്മുടെ ബിരിയാണി പരിപാടി നമ്മൾ ദമ്മിടുന്നില്ല. കാരണം നമ്മൾ ദമ്മിടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ലെയറായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഉള്ളിലെടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും അതിൻ്റെ മുകളിലിടുക, ചോറിടുക. വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വറുത്ത ഐറ്റംസ് ഇടുക. നമുക്ക് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയർ നമ്മുടെ ചോറ് അനുസരിച്ച് നമ്മളിങ്ങനെ ലെയർ ചെയ്ത് പോകാത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് നല്ലപോലെ ലെയർ ചെയ്ത് നമ്മളെടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് നമ്മളിതിനകത്ത് സെറ്റാക്കുന്നില്ല. ഇതിനിടയ്ക്ക് ഏതെങ്കിലും വീഡിയോസ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് രണ്ടും എല്ലാം കൂടി പെട്ടെന്ന് ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കാനുള്ളൂ. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്സായി പോകുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ നെയ്യ് ഒഴിക്കാം. നെയ്യ് നമ്മൾ ഒഴിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നെയ്യ് ഒഴിച്ചു. വീണ്ടും നമ്മുടെ കളർ ആഡ് ചെയ്യുക. കളർ ഓവറായിട്ട് ഇടണ്ട, കുറച്ച് തളിച്ച് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും കൂടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഫ്ലേവർ ചേർക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലേവർ ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മൂടി ചെറിയൊരു തീയിലും കൂടി ഇരുന്നത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ആക്കുള്ളൂ. ഓപ്പൺ ആക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഇടയ്ക്ക് തിരക്കായി പോയി കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദമ്മിടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് റൈസ് എടുത്തിട്ട് അതിലായിട്ട് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ എടുത്ത് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി എങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിനൊക്കെ ഇനി മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ സാലഡും കൂടി ഇടാം കേട്ടോ. സാലഡ് അല്ലാതെ എന്ത് ചിക്കൻ ബിരിയാണിയില്ലേ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് സാലഡും അതുപോലെ തന്നെ നമുക്ക് അച്ചാറും വേണം. നമുക്ക് നാരങ്ങ അച്ചാറില്ലാത്തത് കൊണ്ട് നമ്മൾ മാങ്ങ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും അച്ചാർ മതിയല്ലോ, നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മുടെ ചിക്കനും ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ച് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ കപ്പലണ്ടി കിടക്കണം കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് കപ്പലണ്ടി വേണം. പിന്നെ ഇതിൻ്റെ ഗ്രാമ്പു ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതൊക്കെ ഞാൻ മാറ്റി വയ്ക്കും. പക്ഷേ ഇവിടെ ഒരു ഗ്രാമ്പു കിടക്കുന്നുണ്ട്, അതിന് ഞാൻ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു കഷ്ണം പീസ് ചിക്കനും നമ്മുടെ സാലഡും അതുപോലെ അച്ചാറും എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഗ്രാമ്പു അതിൻ്റെ അകത്ത് പെട്ടു. ഞാൻ എന്തായാലും കഴിച്ചപ്പോൾ അത് മാറ്റിയെന്ന് തോന്നുന്നു. അതെങ്ങാനും കഴിച്ചാൽ എൻ്റെ ആദ്യത്തെ ഭാഗം തന്നെ കുളമാവുന്നതുകൊണ്ട് ഞാനതെടുത്ത് മാറ്റിയിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാട്ടോ, ഒന്നും പറയാനല്ല, മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. അടിപൊളിയാട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.